ചെയ്യുന്നവരെ നമ്മളറിയാണ്ട് നമ്മളെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മളെ ബർബാദിയാക്കി. കേരളക്കാരനെ ഒന്നിനും കൊള്ളാതവനാക്കി. അതാണ് മോദിനെ കൊണ്ടുള്ള ഗുണം. മോദി വന്നു കഴിഞ്ഞാൽ അടുത്തലും മോദി വന്നാൽ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത്. സമാധാനമുണ്ട്. എവിടെയാണ് സമാധാനം? ആർക്കാ സമാധാനമുള്ള? ഹാപ്പിനെസ് സ്കെയിലിങ്ങൾ നോക്ക്. നമ്മളെ കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ ഹാപ്പിനെസ് സ്കെയിൽ നോക്ക്. എവിടെ എത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം? എവിടെ എത്തി ദാരിദ്ര്യം? ദാരിദ്ര്യം അങ്ങേ അറ്റത്തുള്ള ദാരിദ്ര്യം. നമ്മൾ സോമാലിയ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നമ്മളെ കളിയാക്കി. സോമാലിയക്കാരാ. ഇപ്പം സോമാലിയനെ കാട്ടി അപ്പുറം നമ്മളുള്ള. എല്ലാ ഇന്ത്യക്കാർക്കും ഈ ഒരു മലയാളി ഇസ് ബെറ്റർ. പക്ഷേ ഇയാൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ പൊളിയായിരുന്നു. പക്ഷേ ഇന്ത്യക്കാരും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് കുറേയൊക്കെ ചിന്തിക്കാനും കുറേ മനസ്സിലാക്കാനും ഒക്കെ നമുക്കുണ്ട്. എന്തായാലും നല്ല റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വോട്ട് ചെയ്തവർ വീണ്ടും ചെയ്യാനാണ്. നമ്മൾ സിനിമ കാണുമ്പോഴാണ് ഇപ്പോൾ ഡൽഹിയിലും അവിടെയൊക്കെ നടന്നിട്ടുള്ളത്. മോദിൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് നമുക്ക് പലയിടത്തും പല ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ മാറ്റിയിരുത്തി അവർക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരെ മാത്രം വോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ യഥാർത്ഥ